ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമുക്ക് കോളേജിൽ പോകുന്ന ഒരു വീഡിയോ ആയാലോ. ഇന്ന് കോളേജിലെ വീഡിയോ ഇടാനും ഒരു കാരണമുണ്ട്. കാരണം എല്ലാ ദിവസവും പോകുന്നത് നമ്മൾ ഈ സിലബസിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടാണല്ലോ. പക്ഷേ ഇന്ന് പോകുന്നത് സിലബസിൽ ഇല്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കാനാണ്. അപ്പം അതെന്താണെന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊക്കെ ഒന്ന് കണ്ടാൽ മതി. കോളേജിൽ പോയതിനെല്ലാം സെറ്റായപ്പോഴാണ് ഓർത്തത് ഐ ഡി കാർഡ് ഇട്ടില്ലല്ലോ എന്ന്. പിന്നെ ഐ ഡി കാർഡ് ഇട്ടില്ലെങ്കിൽ കോളേജിൽ കയറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അപ്പം തന്നെ ഐ ഡി കാർഡ് വിട്ട് അതിനുശേഷം കണ്ണാടിയുടെയൊക്കെ മുന്നിൽ പോയി മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി കുറച്ച് നേരം അതിന് മുന്നിലൊക്കെ നിന്നിട്ട് എല്ലാം സെറ്റാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് പിന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കമോൺ, എന്നെ ഫോളോ മീ. അപ്പം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് നേരെ കോളേജിലോട്ട് പോകാം. അപ്പം ഇതാണ് എൻ്റെ വാഹനം. ഈ ഒരു വണ്ടിയിലാണ് ഞാൻ സ്ഥിരം കോളേജിൽ പോയി വരാറ്. അപ്പോൾ ഒരു 10-20 മിനിറ്റത്തെ യാത്രയുണ്ട്. അതുകൊണ്ട് എല്ലാം ഞങ്ങളുടെ കോളേജിൻ്റെ പരസ്യമാണ്. അങ്ങനെ ആ യാത്രയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പ്രൊവിഡൻസ് കോളേജിൽ എത്തി. ഈ ഒരു കയറ്റം കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് രാവിലെ തന്നെ നല്ലൊരു എക്സർസൈസ് കിട്ടും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോളേജ്. എന്താ രസം അല്ലേ. ഇതാണ് ഞങ്ങളുടെ ബ്ലോക്ക്. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് എമ്പുരാൻ്റെ ട്രെയിലർ ഇറങ്ങിയെന്ന്. പിന്നെ പരിപാടി തുടങ്ങാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ട്രെയിലറും കണ്ടു. ട്രെയിലറെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള സാർമാരൊക്കെ ഏകദേശം വന്നു. അപ്പം ഈ ഒരു ക്ലാസ് എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ ഡ്രോണിനെ കുറിച്ച് പറഞ്ഞു തരികയും പിന്നെ ഇവർ നമ്മളെ കൊണ്ട് തന്നെ ഡ്രോൺ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്യൂസ്ലാജ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിലെ ആൾക്കാരാണ് ഞങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കുന്നത്. അവർ വന്നപ്പോൾ തന്നെ ഞങ്ങളെ 3-4 ഗ്രൂപ്പായിട്ട് തിരിച്ചു. അതായത് 4 ഗ്രൂപ്പുകാരും ഓരോ ഡ്രോൺ വെച്ച് ഉണ്ടാക്കാനായിട്ട് അവർ ഗ്രൂപ്പൊക്കെ തിരിച്ചു. ഞങ്ങളെല്ലാം ഓരോരോ ഗ്രൂപ്പാക്കിയതിന് ശേഷം അവർ കൊണ്ടുവന്ന് ഓരോരോ സാധനങ്ങൾ ഞങ്ങൾക്ക് തരാനായിട്ടൊക്കെ തുടങ്ങി. ഞങ്ങളെല്ലാം തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി. പിന്നെ ആർക്കും തന്നെ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും അവരെ കഴിയുന്ന രീതിയിലൊക്കെ ആ സാധനങ്ങൾ വെച്ചൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ എല്ലാവരും വലിയ കാര്യത്തിലൊക്കെ എന്താണെന്നൊക്കെ നോക്കി. എല്ലാവരും നോക്കുന്ന കൂട്ടത്തിൽ ഞാനും ഓരോരോ സാധനം എടുത്ത് നോക്കുന്നുണ്ട്. പിന്നെ കമ്പനിയിൽ നിന്ന് വന്ന ചേട്ടന്മാർ ഇത് എങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള രീതിയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ സ്ഥിതിക്ക് കിട്ടിയൊരു സാധനം ഞങ്ങൾ വലിയ കരുത്തെ അഴിക്കാനായിട്ട് തുടങ്ങി. അഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് അഴിക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവർക്കും ഭയങ്കര ആത്മാർത്ഥതയായതുകൊണ്ടും പിന്നെ ഇത് ചെയ്യാനും രസമുള്ളതുകൊണ്ടും എല്ലാവരും ഓരോരോ വർക്കിൽ അവരെ കഴിയുന്ന രീതിയിൽ എല്ലാവരും ചെയ്തു തുടങ്ങി. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ ഞാൻ വെറുതെ ഇരിക്കായിരുന്നു. ഇന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ. അങ്ങനെ ഡ്രോണിൻ്റെ പണി നല്ല തകർപ്പനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഡ്രോണിൻ്റെ കാലെന്നോ അല്ലെങ്കിൽ സ്റ്റാൻഡെന്നോ പറയാം. അത് ഞങ്ങൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രോണിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഏതെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അത് ഒന്നെങ്കിൽ പറക്കത്തില്ല, അല്ലെങ്കിൽ പറന്ന് കഴിയുമ്പോൾ അത് ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സ്ക്രൂ എല്ലാം നല്ല അടിപൊളിയായിട്ട് ടൈറ്റാക്കി തന്നെ വെച്ചു. സ്റ്റാൻഡെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം ഡ്രോണിൻ്റെ ഫാൻ ഞങ്ങളോട് പറഞ്ഞത് പ്രൊപ്പല്ലർ എന്ന് പറയണമെന്നാണ്. അത് വെക്കാനുള്ള സാധനങ്ങളെല്ലാം അവത്തിൽ പിടിപ്പിച്ചു. അതുപോലെ തന്നെ ഞങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം ശരിയാണോ തെറ്റാണോ എന്നെല്ലാം നോക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ ചേട്ടന്മാർ വരാറുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞും തരും. അങ്ങനെ ഞങ്ങളുടെ ടീമിലെ എല്ലാവരും കൂടെ ചേർന്ന് ഏകദേശം ഈ ഒരു മോഡലിൽ ഡ്രോണിൻ്റെ സെറ്റപ്പ് ആക്കി വെച്ചു. ഇത്ര സെറ്റാക്കി വെച്ചതിന് ശേഷം അവർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് തിയറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ പണിയെല്ലാം നിർത്തിയിട്ട് ഞങ്ങൾ നേരെ സിറ്റി പോയിരുന്ന് ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ചു. പിന്നെ തിയറി എന്ന് പറയുമ്പോഴേ അറിയാമല്ലോ, ഉറക്കം വരും. എന്നാലും കുറച്ച് നേരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് ബോറടിച്ചെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. അവർ തിയറി പറച്ചിൽ നിർത്തിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളും കൂടെ തന്നു അതിന് ഫിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഞങ്ങൾ നേരെ ഡ്രോണിൽ കൊണ്ടുപോയി അതെല്ലാം ഫിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വേറെ കുറച്ച് സാധനങ്ങൾ അതിന് മുന്നേ ഫിറ്റ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ ഒന്നുകൂടെ അഴിക്കേണ്ടി വന്നു. എന്നിട്ട് എല്ലാം സെറ്റാക്കി അറേഞ്ച് ചെയ്തു. അങ്ങനെ ഇന്ന് തന്ന സാധനങ്ങളെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് കറക്റ്റായിട്ട് വെച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഡ്രോണിന് ഈ ഒരു ഷേപ്പ് വന്നു. അപ്പം ഇതോടുകൂടി ഇന്നത്തെ പരിപാടി തീർന്നെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഇനി ഇതിനകത്ത് കൺട്രോളിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യാനുണ്ട്. അതെല്ലാം എത്ര ദിവസം കൊണ്ട് ചെയ്തു തീരുമെന്നാണ് അവരും പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ച അത്രയും സാധനങ്ങൾ സൂക്ഷിച്ച് ഞങ്ങൾ സൈഡിലോട്ട് മാറ്റി വെച്ചു. അപ്പം അടുത്ത ദിവസത്തെ വീഡിയോയും ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നെ കാണാം. അല്ലെങ്കിൽ ഫൈനൽ സാധനമെങ്കിലും നിങ്ങളെ ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഓക്കെ, ബൈ.